അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ മൂവാണ്ടൻ മാങ്ങയാണത്. അപ്പോൾ അതെടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 2 സവാള, പിന്നെ ഉള്ളി നമുക്ക് അവസാനം ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങിയിട്ടിട്ട് അതൊന്ന് ഉപ്പും മുളക് ഇതൊക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതൊക്കെ കൂട്ടി തിരുമ്പിയിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ ഉപ്പും മുളകും ഒക്കെ മാങ്ങയിൽ നന്നായി ഒന്ന് പിടിച്ചോട്ടെ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് അതങ്ങനെ ചേരാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്താൽ മതി. ആ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണത്. അപ്പോൾ ഇനി നമുക്ക് സവോളയും ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരുമ്മി പിടിപ്പിക്കുന്നതിലേക്ക് നോക്കാം. അപ്പോൾ 2 സവോളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചതെന്ന് പറഞ്ഞില്ല, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, വേപ്പില, ഒരു സ്പൂണ് ചുർക്ക. അപ്പോൾ ഈ അങ്കമാലി മീൻകറിയിലേക്ക് മീൻകറിയല്ല മാങ്ങക്കറിയിലേക്ക് ചുർക്ക ഭയങ്കര അത്യാവശ്യമാണ്. അതതിൻ്റെ ഒരു പ്രധാന ഘടകം കൂടിയാണ്. അപ്പോൾ 1 സ്പൂണ് ചുർക്ക ഒഴിക്കുക. പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെല്ലാം കൂടി നന്നായി കൂട്ടി തിരുമ്പുക. നമുക്ക് നന്നായി വഴന്ന് വരണ പോലെ വരണം. അത്രയ്ക്ക് ഉടയ്ക്കണം സവോള. ഈ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ കൂടി ചേരാൻ വേണ്ടിയിട്ട് സവോള നല്ല ശക്തിയിൽ അങ്ങോട്ട് ഉടച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ഈ കറിക്കുള്ള ഒരു പ്രത്യേക കാര്യം. അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരുമ്പി ഉടയ്ക്കുമ്പോഴാണ് അതിന് കൂടുതൽ കുറച്ച് നേരം നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് ആ ഫ്ലൂയിഡൊക്കെ അങ്ങോട്ട് വരണം. അതുപോലെ അവിടെ ഉടയ്ക്കുക സവോളയിൽ നിന്ന്. അപ്പോൾ കൈ നീറുന്നവർക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ കുറേ കാലം ഇതൊക്കെ ചെയ്ത് കയ്യിലൊക്കെ ഇപ്പോൾ മുളക് ചൂട് കാര്യങ്ങളൊക്കെ ഒരുവിധം ഒക്കെ സഹിക്കാവുന്ന പാകത്തിലായിട്ടുണ്ട് കൈയൊക്കെ. അപ്പോൾ കുഴപ്പമില്ല. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ നന്നായി തിരുമ്പി ഉടച്ച് സവോള ഇതുപോലെ വയ്ക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യണത് 1 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2ാം പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കുക. സവോളയൊക്കെ അതിൽ കിടന്നിട്ടൊന്നാണ്ട് ആയി വരട്ടെ. എന്നിട്ട് മാങ്ങിയിട്ട് കൊടുത്താൽ മതി. വേഗം ആവണം മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാങ്ങിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പ് മുളക് എല്ലാതും പിടിച്ച് അതും ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളത് ഒഴിച്ച് കൊടുത്ത് മൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടിയിട്ട് വേവിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ. നമ്മളൊരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ.
നമ്മളങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഒന്ന് മൂടിയിട്ട് വാങ്ങിക്കും. ഇനിയിപ്പോൾ ഇതിന് മീൻ വറുത്തതാ, പപ്പടം വറുത്തതാ, അല്ലെങ്കിൽ ഒരു തോരൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തമ്പാലൊഴിച്ചു, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി ഇത് തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഒരു നാളികേരത്തിൻ്റെ തമ്പാൽ ഞാൻ ഇട്ട് വെച്ചു. ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊരു താളിപ്പ് ശരിയാക്കാം. അതും കൂടി ആകുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-15 ഉള്ളിയുണ്ട്, അതരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ടോ. ഈ തമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് പോകും, ആ ചൂടിലായാൽ മതി. അപ്പോൾ ഞാനതുകൊണ്ട് തിളപ്പിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് മാറ്റിയത് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റി. അപ്പോൾ ആ ഉള്ളിയായി വന്നിട്ട് ഞാൻ അതിലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ട്, കറിവേപ്പിലൊക്കെ ഇത്തിരി അധികം ഇടുന്നത് നല്ലതാണ്. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ അത് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് അത് ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കണം.